ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വനിതാ വിങ്ങിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നമുക്ക് കൂടി വരാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തിൻ്റെ 6ാം മാസത്തിൽ നമുക്ക് കൂടുവാൻ ദൈവം നമ്മളെ സഹായിച്ചോർത്ത് അഭിഷേകം ചെയ്തതിനോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശുശ്രൂഷയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രാർത്ഥന വളരെ ശക്തമായി നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളും ഓട്ടങ്ങളും നമ്മുടെ വേലയൊക്കെ വൃഥാവിലാണ്. ആത്മാക്കളെ ജനിപ്പിക്കുവാൻ, ആത്മാക്കളെ നമുക്ക് പണിതെടുക്കുവാൻ നമ്മുടെ കായിക ബലം കൊണ്ടോ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ടോ ബിരുദം കൊണ്ടോ നമുക്ക് സാധിക്കത്തില്ല. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന കൂടിയേ തീരത്തുള്ളൂ. അതുകൊണ്ട് നാം എല്ലാവരും ഈ കാലയളവിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലയളവിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തിലും മാസത്തിലും ആഴ്ചയിലും ദിവസങ്ങളിലും മണിക്കൂറുകളിലും പ്രാപിച്ച ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ആത്മാവ് നമുക്ക് പ്രാപിക്കാൻ പ്രാപിക്കണം. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, വചനം പഠിക്കണം. ദൈവം നമ്മളിൽ പ്രവർത്തിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ബുദ്ധിയിലോ അല്ലെങ്കിൽ വ്യക്തിത്വത്തിലോ അല്ല കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവ് പ്രസാദിക്കുന്നത് തൻ്റെ ആത്മാർത്ഥതയിൽ, തൻ്റെ ശുശ്രൂഷയിൽ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ദൈവം ആ ശുശ്രൂഷയെ മുന്നോട്ട് നയിക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ക്രിസ്തു വേലയ്ക്ക് വേണ്ടി നാം എടുക്കുന്ന ഏതൊരു പ്രയത്നവും ഏതൊരു പ്രവൃത്തിയും വൃഥാവിലല്ല എന്ന് എബ്രായ ലേഖനം 6ാം അധ്യായം 10ാം വാക്യം പറയുന്നു. ആ വാക്യം ഇങ്ങനെ പറയുന്നു, എബ്രായർ 6ാം അധ്യായം 10ാം വാക്യം: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. സ്തോത്രം. അവൻ അനീതിയുള്ളവനല്ല, അവൻ നീതിയുടെ ദൈവമാണ്. അവൻ സത്യത്തിൻ്റെ ദൈവമാണ്. അവൻ പ്രകാശ ദൈവമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ചെറുതുമായിട്ടോ വലുതുമായിട്ടോ കർത്തൃ വേലയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരു പ്രയത്നത്തെയും ദൈവം മാനിക്കാതെ പോകത്തില്ല എന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് നമ്മൾ നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ സമർപ്പണവും ഏറെ പ്രാധാന്യം അർഹിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ വനിതാ വിങ്ങിൻ്റെ 10ാം വാർഷിക മീറ്റിങ്ങിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ സഭാ ശുശ്രൂഷയിൽ ഏറെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. അല്ലെങ്കിൽ യേശു കർത്താവ് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. താൻ ശൗലായിരിക്കുന്ന കാലം മുതൽ കർത്താവിൻ്റെ സഭയെ പീഡിപ്പിക്കുകയും കർത്താവിൻ്റെ ദാസന്മാരെ വളരെയധികം മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ശൗൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചുകൊണ്ട് നട്ടുച്ചേക്കാളും വെല്ലാവുന്ന വെളിച്ചം തൻ്റെ കണ്ണിലോട്ട് അടിച്ചപ്പോൾ താൻ സഞ്ചരിച്ച കുതിരപ്പുറത്തുനിന്ന് താൻ വീഴുകയും നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്നുള്ള ഒരു വാക്ക് ചോദിക്കുകയും ചെയ്തപ്പോൾ യേശു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്നതായ യേശു ആകുന്നു ഞാൻ എന്ന ഒരു ഉത്തരം തനിക്ക് ലഭിക്കാൻ തക്കയിടയായിത്തീർന്നു. മറ്റ് 12 അപ്പോസ്തലന്മാർ യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ
യേശുവിനെ കാണാതെ അപ്പോസ്തല ശുശ്രൂഷയിലേക്ക് കർത്താവ് കയറ്റിവെച്ച, കർത്താവ് പ്രൊമോട്ട് ചെയ്ത ഒരു ദൈവദാസനായിരുന്നു. കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങിയ ദൈവദാസനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ശേഷം തൻ്റെ ആ ജീവിതയാത്ര താൻ ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ അത് ഇറങ്ങി തിരിച്ചുവെങ്കിൽ അതിൻ്റെ ഘടകവിരുദ്ധമായി താൻ തിരിഞ്ഞ് താൻ ദൈവരാജ്യത്തിന് വേണ്ടി, കർത്തൃവേലയ്ക്ക് വേണ്ടി ഏറെ ഉപകാരമായി തീർന്നു എന്ന് നമുക്ക് തൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് അത് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും, വിമാനങ്ങളും മറ്റുമെല്ലാ യാത്രാ സൗകര്യം ഉണ്ടായിട്ടും, ഇതൊന്നുമില്ലാത്ത സമയങ്ങളിലും താൻ പല ഭൂഖണ്ഡങ്ങളിലും സന്ദർശിച്ച് യൂറോപ്പിലും ഏഷ്യയിലും അങ്ങനെ അത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ലോകത്ത് അത് പായവഞ്ചിയിലും ഒക്കെ സഞ്ചരിച്ച് തൻ്റെ സുവിശേഷത്തിൻ്റെ ദൗത്യം താൻ അത് വിളിച്ചു പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ പൗലോസ് അപ്പോസ്തലൻ റോമ സഭയ്ക്ക് ലേഖനം എഴുതുന്നതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പാഠ്യവിഷയം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ സഭാപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ പഠിച്ചു വരികയാണ്. പൗലോസ് അപ്പോസ്തലൻ അത് സഭയെ പരിപാലിക്കുന്ന ഒരു രീതി എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വിഷയമാണ്. കാരണം ഒരു കൂട്ടത്തെ പരിപാലിച്ച് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള 4-5 പേരെ ഒന്ന് ഒത്തു കൊണ്ടുപോകുവാൻ ആ പിതാവും മാതാവും ഭാരപ്പെടുന്ന അവസ്ഥ നമുക്കെല്ലാം അറിയാമല്ലോ. അങ്ങനെയെങ്കിൽ അത് 10, 40, 50, 100 കൂട്ടത്തെ, അതും പല സഭകളായിട്ട് അവരെന്നെ വിശ്വാസത്തിൽ നിർത്തി, യേശുവിൽ മാത്രം നിർത്തിക്കൊണ്ട് അവരുടെ കുറവുകളെ അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് അവരെന്നെ അത് മേയ്ക്കുന്ന രീതി പൗലോസിന് വളരെയധികം അത് അറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയാണ്. തൻ്റെ ഓരോ ലേഖനത്തിലും താൻ പറയുന്ന സ്തോത്രം, അത് ഉപദേശങ്ങൾ നമുക്കെല്ലാവർക്കും വളരെയധികം പ്രസക്തമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. റോമാലേഖനം അതൊരു മാസ്റ്റർ പീസായ ഒരു ലേഖനമാണ്. ലേഖനങ്ങൾ വെച്ച് ഏറ്റവും അത് ശ്രേഷ്ഠമേറിയ ഒരു ലേഖനമാണ് റോമാലേഖനം. സ്തോത്രം. അത് നീതീകരണത്തെക്കുറിച്ചാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത്. നീതീകരണം, അത് യേശു കർത്താവിൻ്റെ നീതിയെക്കുറിച്ച്, ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് ആ റോമാലേഖനത്തിൽ കൂടുതൽ ഊന്നി അത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇന്നലെയും ഈ ഭാഗം വായിച്ച് പല കൂട്ടായ്മകളിലും പ്രസംഗിക്കാൻ തക്കണം ഇടയായിത്തീർന്നു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തോത്രം ചെയ്യാന്ന്. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായം അതിൽ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ ഇങ്ങനെ പറയുന്നു. എന്നെ സ്വാധീനിച്ച 2 വാക്കുകൾ അതിലുണ്ട്. സ്തോത്രം. അതെ, ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും അത് പ്രാപിച്ചത്. കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് വളരെ പ്രസക്തമായ രീതിയാണ്. താൻ റോമാസഭയോട് പറയുന്ന ഒരു പിതാവ് മക്കളോട് അല്ലെങ്കിൽ മകനോട് പറയുന്ന ഒരു ശൈലി കൂടെ പൗലോസ് അപ്പോസ്തലൻ അവിടെ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ അവരുടെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് എന്ത് പ്രാപിച്ചു? കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. ദൈവസഭയെ മേയ്ക്കുന്ന, കൂട്ടായ്മയെ മേയ്ക്കുന്ന, കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന ലീഡർമാർക്കും പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കുള്ള ഒരു വലിയ ദൂതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. കൃപ 1, 2 അപ്പോസ്തലത്വം. കൃപ. ഈ കാലയളവിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അധികമായ കൃപകൾ നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഈ കൃപ പ്രാപിക്കുമ്പോഴാണ് നമുക്ക് ശുശ്രൂഷയിൽ ഓടുവാനും പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നൽകുന്നത്. മാനുഷികമായ ബുദ്ധിയിലും കഴിവിലും നമ്മൾ അത് പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ നിന്നു പോകാൻ സാധ്യതയുണ്ട്. 2-3 ദിവസങ്ങളായിരിക്കാം, 2-3 മാസങ്ങളായിരിക്കാം, 2-3 വർഷങ്ങളായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയങ്ങളിൽ കാണുന്ന ഒരു ശൂന്യത അല്ലെങ്കിൽ ഒരു നിരാശ മതി എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും പിന്മാറി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബിസിനസ് ആരംഭിച്ചാലോ ഒരു ജോലി ആരംഭിച്ചാലോ നമുക്ക് അങ്ങനെ നിരാശ വരാറില്ല ഭൂരിഭാഗവും. കാരണം നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്, നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ അത് പുരോഗതി, ലോകപരമായിട്ട് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവവേല ചെയ്യുമ്പോൾ
ഒരുപക്ഷെ അത്ര സാമ്പത്തികമായിട്ട് ഉയർച്ചയോ അല്ലെങ്കിൽ ഒത്തിരി സൗകര്യങ്ങളോ ഉണ്ടായെന്ന് വരത്തില്ല. ഒത്തിരി കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നിരാശയും ഒക്കെ മധ്യയാണ് ഓരോ ദേവദാസന്മാരും കർത്തൃവേലയിൽ മുന്നോട്ട് കുതിച്ചത്, മുന്നോട്ട് നടന്നു നീങ്ങിയത്. അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച കയ്പിൻ്റെ ആ അനുഭവം പലപ്പോഴും അവർ ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനെ മറികടന്നുകൊണ്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അത് മുൻകൂട്ടി അറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ഈ കാലയളവിൽ കൃപയും അപ്പോസ്തലത്വവും നിങ്ങൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. റോമാ സഭയോട് പറയുന്നത് അത് കൃപയോടെ നിങ്ങൾ കർത്താനുവേലയായിരിക്കണം. രണ്ടാമത്തെ വിഷയം പറയുന്നത് അപ്പോസ്തലത്വം, ഐക്യപ്പെട്ടവൻ, കർത്തൃവേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവൻ, അതിനുവേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന നിലയിലാണ് ഈ ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തലത്വം, ഐക്യപ്പെട്ടവൻ, അപ്പോയിൻമെന്റ് ചെയ്തവൻ. നമ്മുടെ ഓരോ ജോലിക്കും ആദ്യം പോകുന്നതിന് മുന്നേ നമുക്കൊരു അപ്പോയിൻമെന്റ് ലെറ്റർ നമുക്ക് ലഭിക്കാനുണ്ട്. ആ ലെറ്റർ ലഭിച്ച് ആ ലെറ്ററുമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ ജോലിക്ക് നമുക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതുപോലെ കർത്തൃവേലയ്ക്ക് വേണ്ടി അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്ന, സ്വർഗം അതേ കർത്തൃവേലയ്ക്ക് വേണ്ടി അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്നത്. കൃപയും അപ്പോസ്തലത്വവും, ഞാൻ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പലപ്പോഴും പല ശുശ്രൂഷയിലായിരിക്കുന്നവർ, ശുശ്രൂഷകന്മാർ, ദൈവദാസന്മാർ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിപ്പോയി നമുക്ക് കാണാൻ സാധിക്കും. പല ശുശ്രൂഷകളും അത് നമ്മൾ ചെയ്യുമ്പോൾ അതിലെ നിരാശ നിറഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ഒരു വലിയ ഭാരത്താൽ കർത്തൃവേലയിൽ നിന്ന് മാറിപ്പോയ ഒത്തിരി ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ യഥാർത്ഥ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ വേണ്ടതുപോലെ കൃപ പ്രാപിച്ചില്ല, വേണ്ടതുപോലെ അപ്പോസ്തലത്വം, ആ ഐക്യപ്പെട്ടവനെന്ന ആ ദൗത്യത്തിലേക്ക് വരുവാൻ ആ ദാസ സാധിച്ചില്ല. അവർ കർത്തൃവേലയിൽ നിന്ന് പിന്മാറിപ്പോയി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, ഞാൻ പറഞ്ഞു വന്നത് ഈ കാലയളവിൽ നമ്മൾ കൂടുതലായി ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കൃപയും അപ്പോസ്തലത്വവും നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇന്നത്തെ ദൈവവേലയ്ക്ക് ഏറ്റവും ആവശ്യവും അത്യാവശ്യമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു ഭാഗത്ത് പറയാണ്, അതെ, ഞാൻ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ 7-ാം വാക്യം പറയുന്നു, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും അത് ഉൾപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവിന് വേണ്ടി അത് വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റോമാ സഭയോട് തൻ്റെ ദൗത്യത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും വളരെ ലഘുവായ രീതിയിൽ, വളരെ ശാന്തമായ രീതിയിൽ പൗലോസ് അവിടെ പ്രബോധിപ്പിക്കുകയാണ്, അവിടെ അവരെ അതിനുവേണ്ടി ഉദ്ബോധിപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് പൗലോസ് അപ്പോസ്തലന്റെ സഭാപരിപാലനം എന്ന വിഷയം ഞാൻ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 57 പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. അതും കൊരിന്തിൽ വെച്ചാണ് ഈ റോമലേഖനം എഴുതുന്നത്. ഈ ലേഖനത്തിലെ പ്രധാന വ്യക്തികൾ പൗലോസും ഫേബിയുമാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. റോമൻ ജനതയ്ക്ക് പൗലോസിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും പൗലോസ് റോമിൽ എത്തുന്ന മുമ്പ് തൻ്റെ സന്ദേശത്തിൻ്റെ ഒരു മാതൃക നൽകുകയും ചെയ്യുവാനാണ് ഈ ലേഖനം എഴുതുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ റോമയിൽ നിന്നല്ല എഴുതുന്നത്, താൻ കൊരിന്തിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനും കർത്താവിൻ്റെ വേലയെക്കുറിച്ച്, ആ ദൗത്യത്തെക്കുറിച്ച് റോമ സഭയെ അത് പ്രബോധിപ്പിക്കാനും വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഈ ലേഖനം പൗലോസാണ് എഴുതിയതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും യഥാർത്ഥമായും അതിൻ്റെ വ്യക്തി എന്ന് പറയുന്നത് തെർത്തോസ് എന്ന തൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് തന്നെ എഴുതാൻ സഹായിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. റോമാലേഖനം 16-ാം അധ്യായം 22-ാം വാക്യം, ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. 2 ആളുകൾക്കും അതിൽ അവകാശം പറയാൻ സാധ്യതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് പറയുന്ന വാക്കുകൾ തെർത്തോസ് എഴുതി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ
തെർത്തോസാണ് ഈ ലേഖനം എഴുതുവാൻ പൗലോസ് സഹായിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഈ ലേഖനം സ്വാധീനിച്ച ചില വ്യക്തികളെ കുറിച്ച്, റോമാലേഖനം സ്വാധീനിച്ച, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, റോമാലേഖനം പൗലോസിന്റെ ഒരു മാസ്റ്റർ പീസായ ലേഖനമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ആ ലേഖനം മറ്റുള്ള ലേഖനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നീതീകരണമാണ് ആ ലേഖനത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. മൂന്നാമതായി ചിന്തിക്കുന്ന വിഷയം പറയുന്നത് ഈ ലേഖനം സ്വാധീനിച്ച ചില വ്യക്തികളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. AD 386 അൾജീരിയയിൽ നിന്ന് സഭാപിതാവായി അറിയപ്പെടുന്ന അഗസ്റ്റിൻ അഥവാ സെയിന്റ് അഗസ്റ്റിൻ മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കളിയുടെ പശ്ചാത്തലത്തിൽ എടുത്തു വായിക്കുക എന്ന് കുട്ടികൾ തമ്മിൽ പറഞ്ഞു കേട്ട് ആ ശബ്ദം ദൈവത്തിൻ്റെ ആത്മാവായി തന്നോട് പരിവർത്തിച്ച് താൻ പോയി ബൈബിൾ എടുത്ത് വായിച്ചു. അത് പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലായിരുന്നു. മാത്രമല്ല, റോമാലേഖനം 13 വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളുമല്ല, ശയന മോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിനും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഈ ഒരു വാക്യം സെയിന്റ് അഗസ്റ്റിനെ സ്വാധീനിച്ചു. മാത്രമല്ല, തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കടാര കൊണ്ട് കുത്തിയിറക്കുന്ന പോലെ ഒരു അനുഭവം തനിക്ക് അനുഭവിച്ചു. സ്തോത്രം. തൻ്റെ പാപങ്ങളെക്കുറിച്ച് തനിക്ക് വെളിപ്പെട്ടു, ബോധ്യമായി രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്ന സഭാപിതാവായി അറിയപ്പെട്ടു. ആരാണത്? സെയിന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവ്. റോമാ സഭയിലാണ് കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആളും കൂടിയാണ് സെയിന്റ് അഗസ്റ്റിൻ. രണ്ടാമതായിട്ട് സ്വാധീനിച്ച വ്യക്തി പറയുന്നത് മാർട്ടിൻ ലൂതർ. AD 386 സെയിന്റ് അഗസ്റ്റിനെ ഈ ലേഖനം സ്വാധീനിച്ചതെങ്കിൽ നൂറ്റാണ്ട് ശേഷം AD 1513 ആണ് മാർട്ടിൻ ലൂതറിനെ ഈ ലേഖനം സ്വാധീനിക്കുന്നത്. ദൈവവചനത്തിൻ്റെ പ്രസക്തി നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അനേക ഇസങ്ങളും പ്രസ്ഥാനങ്ങളും അനേക ലേഖനങ്ങളും അനേക കത്തുകളൊക്കെ അനേക പുസ്തകങ്ങളൊക്കെ കലഹരണപ്പെട്ടു പോയാലും ഇന്നും ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രവൃത്തി സ്വർഗം ഇന്നും നടത്തുന്നോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. AD 57 താൻ ലേഖനം രചിക്കുന്നത്. AD 386 സ്തോത്രം സെയിന്റ് അഗസ്റ്റിനെ ഈ ലേഖനം സ്വാധീനിക്കുന്നത്. വീണ്ടും AD 1513 സ്വാധീനിച്ച ഒരു വലിയ വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂതർ. റോമാ സഭയെ അതിൻ്റെ അന്യ ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ അന്യമായ പ്രവൃത്തിയെക്കുറിച്ച് അന്നത്തെ ബിഷപ്പുമാരൊക്കെയും തോന്നിവാസത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ, കർത്താവായ യേശു മാത്രം രക്ഷയുള്ളൂ എന്ന് ഊന്നി പറഞ്ഞ, അതിന് സ്വാധീനിച്ച വ്യക്തിയായിരുന്ന മാർട്ടിൻ ലൂതർ. AD 1513 അവിടെ പറയുന്നത്, ക്രൈസ്തവ സന്യാസിമാർ സങ്കീർത്തനങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. സങ്കീർത്തനം 31:1 വായിച്ച്, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്, നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ എന്നുള്ള ഒരു വാക്യം തന്നെ സ്വാധീനിച്ചു. അങ്ങനെ തൻ്റെ സ്വസ്ഥ നഷ്ടപ്പെട്ടു. ശേഷം ബൈബിൾ എടുത്ത് നാം വായിച്ചു. ആ കൂട്ടത്തിൽ ഈ 31 സങ്കീർത്തനം 31:1 വാക്യമാണ് അവിടെ പറഞ്ഞു കേട്ടത്. ആ പറയുമ്പോൾ ദൈവം തൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്വാധീനിച്ചു, സ്വസ്ഥ നഷ്ടപ്പെട്ടു. ശേഷം സ്വയമായിട്ട് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ റോമാലേഖനം 1:17 വാക്യം ലഭിച്ചു. നീതിമാൻ, റോമാലേഖനം 1:17 ലാസ്റ്റ് ഭാഗം, എൻ്റെ നീതിമാൻ വിശ്വാസ ജീവിക്കും. ആ ഒരു വാക്യം തന്നെ സ്വാധീനിച്ചു. തനിക്ക് രൂപാന്തരം വന്നു. താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. താൻ തൻ്റെ പാപങ്ങളെ കുറിച്ച് ഏറ്റു പറഞ്ഞു. സ്തോത്രം. താൻ രക്ഷിക്കപ്പെട്ടു. പിന്നീട് യൂറോപ്യൻ കൺട്രികളിൽ ഏറ്റവും സ്വാധീനിച്ച, ലോകമെമ്പാടും തൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമിട്ട ആ ലൂതറൻ ചർച്ചിനെ സ്ഥാപിക്കാൻ തക്കോണം ദൈവം മാർട്ടിൻ ലൂതർ എടുത്ത് ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. വളരെ ശക്തിയോടെ താൻ പ്രവർത്തിച്ചു. നേരത്തെ പറഞ്ഞ പോലെ റോമാ സഭയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അന്യ ആരാധനയെക്കുറിച്ചൊക്കെ താൻ വളരെയധികം
ശക്തമായി വിമർശിച്ചു. ഒരു നല്ല സഭയ്ക്ക് അടിസ്ഥാനമിടുവാൻ, ലൂഥറൻ സഭയ്ക്ക് അത് അടിസ്ഥാനം കൊടുക്കുവാൻ ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? മാർട്ടിൻ ലൂഥർ. അതിനെന്ത് കാരണമായത് എന്താണ്? ഈ റോമാലേഖനമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസ ജീവിക്കുമെന്നുള്ള ആ ഒരു വാക്യമാണ് തന്നെ എടുത്ത് ഉപയോഗിച്ച് അത് കീഴ്മ മറിച്ചത്. വളരെയധികം ഇന്ന് ലോകത്ത് അത് വ്യാപിച്ച ഒരു വലിയ സഭയായിരുന്നു അത് ലൂഥറൻ ചർച്ച്. PPC മിഷൻ ഓഫ് ഇന്ത്യ വടക്കിന്ത്യയിൽ വേല ചെയ്യുമ്പോൾ ഒറീസയിലെ ജയ്പൂരിനടുത്ത് കോരാപ്പുട്ട് ജില്ലയിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഞാൻ കടന്നുപോയപ്പോൾ ഒരു വയസ്സായ അപ്പച്ചൻ്റെയും അമ്മിച്ചയുടെയും ആദിവാസികളായ അവരുടെ പേര് മേരി എന്നും ജോസഫ് എന്നായിരുന്നു. ഞാൻ 2013 കാലങ്ങളിൽ ഒറീസയിൽ ചെന്നപ്പോൾ, ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ ഗോഡ്ഗുഡ ചർച്ച്, നിങ്ങൾ നമ്മുടെ മാസികയുടെ റിപ്പോർട്ട് വായിക്കുന്നുണ്ടായിരിക്കും. ഗോഡ്ഗുഡ ചർച്ച് നമ്മൾ ആദ്യം കലിയേക ചർച്ച് പ്രവർത്തനം ആരംഭിച്ചു. ശേഷം ഗോഡ്ഗുഡയിൽ രണ്ടാമത് ആരംഭിച്ചു. അവിടെ ചെറു ചർച്ച് പണിതു. അവിടെ അങ്ങനെ ചെന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ച ഒരു ആദിവാസിപ്പെട്ട ഒരു അപ്പച്ചൻ അമ്മച്ചുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ ചോദിച്ചു. ആ പറഞ്ഞു, എൻ്റെ പേര് ജോസഫ്. ഒരു 85 വയസ്സുള്ള അപ്പച്ചൻ പറയാണ് ജോസഫ്. ഒരു 80 വയസ്സുള്ള അമ്മച്ചി പറയാണ് എൻ്റെ പേര് മേരി. എങ്ങനെയാണ് ഈ ആദിവാസി ആളുകൾക്ക്, ഇത്തിരി വയസ്സെന്ന ആളുകൾക്ക് ഒരു മേരി എന്നും ജോസഫ് എന്ന് പേരുണ്ടായേ? എൻ്റെ മിഷണറി എൻ്റെ കൂടെയുണ്ട്, ഡിഗിലിൻ്റെ കൂടെയുണ്ട്. ഞാൻ ചോദിച്ചു, ഡിഗിൽ എങ്ങനെയാണ് ഇവർക്ക് മേരി എന്നും ജോസഫ് പേര് ലഭിച്ചത്? അദ്ദേഹം പറയുകയായിരുന്നു, ഏകദേശം 40-50 വർഷം മുന്നേ ലൂഥറൻ ചർച്ചിൻ്റെ പ്രവർത്തകർ കടന്നു വന്നു. ആലോചിച്ച് നോക്കിയേ. നമ്മൾ 2013 അവിടെ കടന്നു. അതിന് 10-60 വർഷം മുന്നേ ലൂഥറൻ ചർച്ചിൻ്റെ ഒരു മിഷന്മാർ അവിടെ കടന്നു വന്ന് സുവിശേഷം പറഞ്ഞു. അവർ സ്നാനപ്പെടുത്തിയൊക്കെ ചെയ്തു. പിന്നെ തിരിച്ചുപോയി. അവർ കണ്ടിന്യൂ ചെയ്തില്ല. അന്ന് അവർ രക്ഷിക്കപ്പെട്ടു. അവർ ചെറുപ്രായത്തിൽ 40 അല്ല 50 വയസ്സുള്ള പ്രായത്തിൽ ഇന്ന് കാണുന്ന അവർ മരിച്ചുപോയി. ഇന്ന് കാണുന്ന മേരിയും ജോസഫ് രക്ഷിക്കപ്പെട്ടു. അവർ പേര് വേറെ ഒന്നായിരുന്നു. അവർ പേര് സ്വീകരിച്ചു, മേരി എന്നും ജോസഫ് എന്നും. അതിന് കാരണം എന്താ? ലൂഥറൻ ചർച്ചിൻ്റെ മിഷന്മാർ അന്ന് ഈ കാണുന്ന ഒറീസയിൽ കടന്നു വന്നു. ഒറീസ മാത്രമല്ല, കണ്ടമാലിലും ജയ്പൂരിലും ഒക്കെ ഇന്ത്യയിലെ അവർ മൊത്തം അവർ പ്രവർത്തനമായിരുന്നു. പഞ്ചാബിൽ ഉണ്ടായിരുന്നവർ. അതിന് കാരണം എന്തായി തീർന്നത്? ഓരോ വാക്യം പൗലോസിന്റെ ലേഖനം എഴുതിയ ലേഖനത്തിൽ പ്രധാന വാക്യമായിരിക്കുന്ന എൻ്റെ നീതിമാൻ വിശ്വാസം ജീവിക്കുമെന്നുള്ള ആ വാക്യം മാർട്ടിൻ ലൂഥർ ചേഞ്ചാക്കി, രക്ഷിക്കപ്പെട്ടു. ലോകമെമ്പാടും മിഷനറയച്ചു. നല്ല ഒരു സഭ, അത് പൊട്ടുസഭ താൻ അവിടെ സ്ഥാപിച്ചു. അത് ഒത്തിരി ആളുകൾക്ക് യേശുവിനെ അറിയുന്നക്കിടത്തു. ഞാൻ പറഞ്ഞു വന്നത്, പൗലോസിന്റെ റോമാ ലേഖനത്തിന്റെ വളരെ ഡീപ്പായിട്ടുള്ള അതിലത്തെ വാക്കുകൾ പലരെയും സ്വാധീനിച്ചു. ആദ്യം സ്വാധീനിച്ച വ്യക്തിയായിരുന്നു സെയിന്റ് അഗസ്റ്റിൻ. രണ്ടാമത് സെയിന്റ് അഗസ്റ്റിൻ AD 386 രക്ഷിക്കപ്പെട്ടത്. ശേഷം നൂറ്റാണ്ടിന് ശേഷം ആ ലേഖനം വീണ്ടും ദൈവാത്മാവ് ഇടപെട്ടു, മാർട്ടിനോട് സംസാരിച്ചു. AD 1513 താൻ രക്ഷിക്കപ്പെട്ട് ലൂഥർ സഭ താൻ സ്ഥാപിച്ചു. സ്തോത്രം. മൂന്നാമതായിട്ട് ജോൺ വെസ്ലി AD 1738 ലൂഥർ എഴുതിയ റോമാലേഖനത്തിന്റെ കമന്ററി വായിച്ചു. റോമാലേഖനം വായിച്ച രക്ഷിക്കപ്പെട്ട മാർട്ടിൻ ലൂഥർ അദ്ദേഹം വീണ്ടും ആ ലേഖനത്തെ കുറിച്ച് എന്ത് ചെയ്തു? ഒരു കമന്ററി എഴുതി പ്രസിദ്ധീകരിച്ചു. 1738 ലൂഥർ എഴുതിയ റോമാലേഖനത്തിന്റെ കമന്ററി വായിച്ചു. ഹൃദയത്തിൽ ഒത്തിരി വെളിപ്പാടുകൾ ഉണ്ടായി. താൻ എഴുതിയ കമന്ററിയുടെ ആ ഭാഗം വായിച്ചപ്പോൾ ജോൺ വെസ്ലിക്ക് ഒത്തിരി വെളിപ്പാടുകൾ ഉണ്ടായി. റോമാലേഖനം അദ്ദേഹത്തെ സ്വാധീനിച്ചു. പിന്നീട് മെത്തഡിസ്റ്റ് എന്ന സഭ സ്ഥാപിച്ചു, ജോൺ വെസ്ലി സ്ഥാപിച്ചു. പോന്ന ചെയിൻ നോക്കിയേ, ദൈവിക പ്രവൃത്തിയുടെ ആ വെളിപാട് നോക്കിയേ. സെയിന്റ് അഗസ്റ്റിൻ സ്വാധീനിച്ചു, മാർട്ടിൻ ലൂഥർ സ്വാധീനിച്ചു. വീണ്ടും 1738 മാർട്ടിൻ ലൂഥർ എഴുതിയ ഒരു കമന്ററി താൻ വായിച്ചപ്പോൾ താൻ രക്ഷിക്കപ്പെട്ടു. റോമാലേഖനം അത് സ്വാധീനിച്ചു. അത് പിന്നീട് മെത്തഡിസ്റ്റ് എന്ന സഭയുടെ സ്ഥാപനമായി ജോൺ വെസ്ലി അറിയപ്പെട്ടു. ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അനേകം മിശ്രങ്ങളും പ്രസ്ഥാനങ്ങളും അനേക രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഈ സുവിശേഷത്തെ അടിച്ചമർത്തുവാൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കുവാൻ, എന്നേക്കുമായിട്ട് ഇതിനെ തുടച്ചു നീക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിക്കൂടിയും
ആ പ്രസ്ഥാനങ്ങളും മിശ്രങ്ങളും ലോകത്ത് ഇല്ലാതായി എന്നല്ലാതെ ഇന്നും ദൈവജനം അനേക ആളുകൾക്ക് പ്രചോദനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയിടുവാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ മിഷൻ പ്രവർത്തന ഓഫീസ് തെക്കേപ്പുറമാണെങ്കിൽ ഈ പ്രവർത്തന ഓഫീസ് സ്വർഗമാണ് ഇതിൻ്റെ പ്രവൃത്തി നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇതാർക്കും തടയിടുവാൻ സാധിക്കാതെ പോകുന്നത്. സ്തോത്രം. പിന്നീട് പല ആളുകളെയും സ്വാധീനിച്ചു. ഇത്രയും മാത്രം ഞാൻ പറയുന്നുള്ളൂ, ഇനിയും ഒത്തിരി ആളെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്തോത്രം. ജോൺ വെസ്ലി രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം മെത്തഡിസ്റ്റ് എന്ന സഭയെ ഉണ്ടാക്കുവാൻ ഈ റോമാലേഖനം സ്വാധീനിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലേഖനം കയംക്രയ സഭയിലെ വിശ്വാസിയായ സഹോദരി ഫേബയുടെ വശമാണ് റോമിൽ ഈ ലേഖനം എത്തുന്നത്. ഈ സമയത്ത് പൗലോസ് റോമിൽ പോയിട്ടില്ല. ഒരു സ്ത്രീയാണ് ഈ ലേഖനം റോമിൽ എത്തിക്കുവാൻ കർത്താവ് ഒരുക്കുന്നത്. ഈ ഭാഗത്തു നിന്നും സ്ത്രീകൾക്ക് സുവിശേഷ വേലയിലുള്ള പങ്ക്, അതിൻ്റെ പ്രാധാന്യം എന്നിവ മനസ്സിലാക്കുവാൻ നാം വിട്ടുപോകരുത് എന്ന് അവിടെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് PPC മിഷന്റെ വനിതാ വിങ്ങിന്റെ 10ാം വാർഷികം നമ്മൾ നടക്കുമ്പോൾ സ്ത്രീകൾക്ക് കർത്താവിന്റെ വേലയിൽ ഒരു വലിയ പങ്കുണ്ട്, പ്രാധാന്യമുണ്ട്. ആരൊക്കെ സഭയിൽ അവർ അടിച്ചിരുത്തിയാലും ദൈവാടിസ്ഥാനത്തിൽ അത് വനിതകൾക്ക്, സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഈ ലേഖനം സൂചിപ്പിക്കുകയാണ്. കാരണം ഇത്ര എഴുതിയ ലേഖനം അത് റോമിൽ എത്തിക്കുവാൻ ദൈവം നിയോഗിക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? ഫേബ എന്ന സഹോദരിയായിരുന്നു. ഫേബ സഹോദരി കൊണ്ടാണ് ഈ ലേഖനം എവിടെ എത്തുന്നത്? റോമിൽ എത്തുന്നത്. അപ്പോഴും പൗലോസ് അവിടെ പോയിട്ടില്ല. പൗലോസ് ഈ ലേഖനം എഴുതുവാൻ കാരണം നമുക്ക് ചിന്തിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. റോമസഭ ആ കാലഘട്ടത്തിൽ 4 പ്രധാന കാലങ്ങളിൽ കൂടെ ഘട്ടങ്ങൾ കടന്നു പോവുകയാണ് റോമസഭ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. 1ാം ഘട്ടം, വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം റോമ സഭ സ്ഥാപിച്ചത് പൗലോസ് അല്ല എന്ന നിഗമനം. പെന്തക്കോസ്ത് നാളിൽ കൂടി വന്ന ആളുകൾ റോമിൽ നിന്നുള്ള യഹൂദന്മാർ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 41-42 വാക്യം വായിച്ചാൽ കാണാൻ സാധിക്കും. അവർ തിരിച്ചു വന്ന് റോമിൽ കൂട്ടായ്മ ആരംഭിച്ചു. അങ്ങനെയാണ് റോമസഭ ആദ്യമായി ഉടലെടുക്കുന്നത്. റോമസഭയുടെ ആദ്യഘട്ടത്തിൽ യഹൂദന്മാർക്കായിരുന്നു മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ജാതികൾ ആ സഭയിൽ വരുവാൻ തുടങ്ങി. 2ാം ഘട്ടത്തിൽ സഭയുടെ അവസ്ഥ യഹൂദന്മാരും ജാതികളും ചേർന്ന നിലയിലായി ആ സഭയുടെ പോക്ക്. 3ാം ഘട്ടം നാം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലന്മാർ വരികയും അവരോടൊപ്പം വസിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. റോമ സ്ഥലത്ത് ക്ലോദ്യോസ് എന്ന ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത് യഹൂദന്മാർ റോമ നഗരം വിട്ടുപോകണമെന്ന് അവർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ക്ലോദ്യോസ് എന്ന ചക്രവർത്തി റോമിൽ വാഴുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരോട് എല്ലാവരോടും റോമ നഗരം വിട്ടുപോകാൻ കൽപ്പിച്ചപ്പോൾ അവരെല്ലാവരും അവിടെ വിട്ടുപോയി. അപ്പോൾ റോമസഭയിൽ ആരില്ലപ്പോൾ യഹൂദന്മാർ ഇല്ലാത്ത അവസ്ഥയായി. ആദ്യം യഹൂദന്മാരായിരുന്നു, പിന്നീട് ജാതി കടന്നു വന്നു. പിന്നീട് ക്ലൗദ്യോസ് അവിടെ വാണപ്പോൾ യഹൂദന്മാർ റോമയിൽ നിന്ന് വിട്ടുപോകാൻ കൽപ്പിച്ചപ്പോൾ റോമസഭയിൽ യഹൂദന്മാരില്ല, വെറും ജാതികളെ മാത്രം അത് കാണപ്പെട്ടു. ആസിയയിലും മാസിഡോണിയയിലും ഗ്രീസിലും പൗലോസ് സ്ഥാപിച്ച സഭകളിലെ വിശ്വാസികൾ റോമിൽ കുടിപാർക്കുകയും അവർ അതിനുവേണ്ടി അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. 4ാം ഘട്ടം, ക്ലൗദ്യോസിന് ശേഷം നീറോ ചക്രവർത്തി ഭരണമേറ്റപ്പോൾ യഹൂദന്മാർ എല്ലാവരും തിരിച്ചു വരണമെന്ന് കൽപ്പന കൊണ്ടുവന്നു. ക്ലൗദ്യോസിന് ശേഷം നീറോ ചക്രവർത്തി ഭരണമേറ്റപ്പോൾ യഹൂദന്മാരെല്ലാവരും വീണ്ടും തിരിച്ചു വരുവാൻ അവരെ അത് ആഹ്വാനം ചെയ്തു. അപ്പോൾ കാരണം പറഞ്ഞത് അത് യഹൂദന്മാർ ബിസിനസ്സിൽ അഗ്രഗണ്യന്മാരായിരുന്നു. അവർ ഉണ്ടെങ്കിൽ ബിസിനസ് വളരെ അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് നീറോ ചക്രവർത്തി അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെ വരുത്തുവാൻ വീണ്ടും അദ്ദേഹം തുനിഞ്ഞു. അങ്ങനെ അത് റോമിലേക്ക് വീണ്ടും അവിടെ വിട്ടുപോയ യഹൂദന്മാർ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ റോമ സഭയിലേക്ക് വീണ്ടും യഹൂദന്മാർ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജാതികൾ യഹൂദന്മാരെ കൈക്കൊണ്ടില്ല, അവർക്ക് അവിടെ പ്രവേശനം കൊടുത്തില്ല, അവിടെ അവരെ സ്വീകരിച്ചില്ല നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം റോമസഭയിൽ യഹൂദന്മാരായിരുന്നു, ജാതി കടന്നു വന്നു.
ക്ലൗദ്യോസ് എന്ന് രാജാവ് വന്നപ്പോൾ അവരെ അവിടുന്ന് റോമാസഭയിൽ നിന്ന് അവരെന്നെ പറഞ്ഞു. വീണ്ടും നീറോ വന്നപ്പോൾ അവരെ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ റോമയിൽ സഭയുണ്ടായിരുന്ന ജാതികൾ യഹൂദന്മാരെ കൈക്കൊണ്ടില്ല, അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തില്ല. അങ്ങനെ റോമ സഭയിലെ ഒരു വേർതിരിവ് അവിടെ എങ്ങനെ പറഞ്ഞ്, ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞ്, റോമ ചർച്ച് ജെന്റൈൽസ്, റോമ ചർച്ച് ജ്യൂസ്, ഇങ്ങനെ രണ്ട് സഭയായിട്ട് പിളർന്ന് നിൽക്കുക. ഈ രണ്ട് സഭയായിട്ട് പിളർക്കുവാനുള്ള ഒരു അവസ്ഥ എത്തി നിൽക്കുകയാണ്. ആ അവസ്ഥയിലാണ് പൗലോസ് ഈ സഭയ്ക്ക് ലേഖനം എഴുതുന്നത്. പൗലോസിന് ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന അത് തെർത്തുസിനെ കൊണ്ട് താൻ ഈ ലേഖനം എഴുതിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കെംക്രേ സഭയിലെ വിശ്വാസിയായിരിക്കുന്ന ഫേബയെ കൊണ്ട് ഈ ലേഖനം അത് കൊരിന്തിൽ നിന്ന് റോമിലെത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു ഭാഗം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. പൗലോസിന്റെ ദീർഘവീക്ഷണം. തൻ്റെ 3-ാം മിഷണറി യാത്രയിലാണ് പൗലോസ് റോമാ ലേഖനം എഴുതുന്നത്. തൻ്റെ 3-ാം മിഷണറി യാത്രയാണ് അത് ഈ ലേഖനം താൻ എഴുതുന്നത്. ഈ ലേഖനം തനിക്ക് റോമസഭയിൽ പോകാൻ സാധിക്കുന്നില്ല. താൻ അത് യാത്രയാണ്. ഈ യാത്രയിൽ തൻ്റെ ജീവനെ നഷ്ടമായാലും താൻ എഴുതിയ ലേഖനം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ്, ഒരു ദീർഘവീക്ഷണം ആണ് ഫേബയെ കൊണ്ട് ഈ ലേഖനം റോമസഭയിലേക്ക് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. താൻ ലേഖനം എഴുതി, അന്ന് ഇതുപോലുള്ള പോസ്റ്റ് സംവിധാനോ കൊറിയറോ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് പല ആളുകൾ മുഖാന്തരം ലേഖനം അവിടെ എത്തുന്നത്. അപ്പോൾ തനിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ, അഥവാ തൻ്റെ ഈ മിഷയാത്രയിൽ തൻ്റെ ജീവനെ നഷ്ടപ്പെട്ടാൽ ഈ ലേഖനം കൈമോശം വന്ന് പോകരുതെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് കെംക്രേ സഭയിലെ ഫേബയെ ആ ഒരു ദൗത്യം ഏൽപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫേബയാണ് ഈ ലേഖനം അവിടേക്ക് എത്തിക്കുന്നത്. നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പൗലോസ് ദീർഘവീക്ഷണം. ഇന്ന് നമ്മുടെ ശുശ്രൂഷയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഒരു ലോങ് വിഷൻ, ഈ ഒരു ദീർഘവീക്ഷണം നമുക്കുണ്ടാകണം. എങ്കിലേ ഇത് കർത്താൻ്റെ വരവരെ നിൽക്കത്തുള്ളൂ. നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചു പ്രവർത്തിക്കുമ്പോൾ ചിലരെല്ലാം കൊഴിഞ്ഞു പോകും. പക്ഷെ എന്ന് വെച്ച് നമ്മൾ പ്രവർത്തനം നിർത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിന് പകരം മറ്റു വ്യക്തികളെ, സമർപ്പണമുള്ള, ദൈവവിളിയുള്ള, ദീർഘവീക്ഷണമുള്ള മറ്റു വ്യക്തികളെ ആ ശുശ്രൂഷയ്ക്ക് നമ്മൾ പ്രമോട്ട് ചെയ്യണം. ഇതാണ് പൗലോസ് പഠിക്കുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്. എല്ലാവരുടെ അവകാശം താൻ സ്ഥാപിക്കുകയല്ല. തിമോത്തിയോസിനെയും തീത്തോസിനെയും അതുപോലെ തന്നെ ഫിലമോനെയും ഒക്കെ വെച്ച് ഓരോ സഭയുടെ ഇൻചാർജ് കൊടുത്ത് അവരെ നയിപ്പിക്കുന്ന ഒരു രീതിയാണ് പൗലോസിനുള്ളത്. അപ്പോഴാണ് ഈ പ്രവർത്തനം അത് വളരെ അധികം ശക്തമായി മുൻപോട്ട് പോവുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമിടാൻ ആഗ്രഹിക്കുകയാണ്. ഈ റോമാലേഖനം അനേകം സ്വാധീനിച്ച ലേഖനമാണ്. ഒത്തിരി പഠിക്കാനുണ്ട്. നിങ്ങളും ഈ ലേഖനം പഠിച്ചു വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും കർത്തൃവേലയ്ക്ക് അത് ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തിക്കൊള്ളുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുതുന്ന കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം സ്തുതിക്കുന്നു കർത്താവേ. ഇതുവരെ നടത്തിയ എല്ലാ കൃപയ്ക്ക് നന്ദി പറയുന്നു. റോമാലേഖനത്തെക്കുറിച്ച് അല്പമെങ്കിലും ചിന്തിപ്പാൻ, പഠിക്കുവാൻ നീ സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒത്തിരി സ്വാധീനിച്ച ആളെക്കുറിച്ച് ചിന്തിച്ചുവല്ലോ കർത്താവേ. സ്തോത്രം. സെയിൻറ്റ് അഗസ്റ്റിനും മാർട്ടിൻ ലൂഥറും അതുപോലെ ജോൺ വെസ്ലിയും സാധിച്ച ഒരു വലിയ ലേഖനമാണ് റോമലേഖനം പറഞ്ഞത് കർത്താവേ. ഇനിയും അങ്ങയുടെ ലേഖനങ്ങളും അങ്ങയുടെ വചനമൊക്കെയും സ്വാധീനിക്കുക സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവ് കരുണയായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അങ്ങ് അനുഗ്രഹിക്കുമാർ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണമേ. സകലവും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.